ഇവരോടാണെങ്കിൽ ചേച്ചി എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിന്നിട്ടുള്ളതാണ്. സൗമ്യ പെട്ടെന്നൊരു ദിവസം വരുമ്പോൾ വേറൊരാളുടെ റെഫറൻസിലാണ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട സൗമ്യ വരുമെന്നോ അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുമെന്നോ എനിക്കിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കാൻ തന്ന TPF കമ്പനിയോടും എല്ലാവരോടും എനിക്ക് ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കും, പറയുന്നില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലാണ്. ഇത് നമ്മുടെ ഹൈക്കോടതി ജംഗ്ഷൻ്റെ അടുത്ത് അയ്യപ്പൻകാവ്. ഇവിടെ മഞ്ചേച്ചിയുടെ 40 രൂപയുടെ ഊടിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതാണ്. ഒരുപാട് ആളുകൾ കാണുകയും മഞ്ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് മറ്റൂരുള്ള ടോളിൻസ് ഗ്രൂപ്പ്, അവരുടെ മട്ടനാട് എന്ന് പറയുന്ന ഒരു റൈസ് ബ്രാൻഡ് ഉണ്ട്, അവരെന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്തു. മഞ്ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് കാർട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു. ഇതാണ് മഞ്ചേച്ചിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഫുഡ് കാർട്ട്. ഇന്ന് അതിൻ്റെ താക്കോല് മഞ്ചേച്ചിക്ക് കൈമാറുകയാണ്. അപ്പോൾ ടോളിൻസ് ഗ്രൂപ്പിൻ്റെ ആളുകളുണ്ട്, ഇവിടുത്തെ വാർഡ് കൗൺസിലർമാരും ഒക്കെ ഉണ്ട്, പഴയ കൗൺസിലറും പുതിയ കൗൺസിലറും ഒക്കെ ഉണ്ട്, പിന്നെ മഞ്ചേച്ചിയുടെ സ്നേഹമുള്ള കുറേ നാട്ടുകാരും. അപ്പോൾ ഇവിടുത്തെ ആ ഫുഡ് കാർട്ട് കൈമാറാന്ന് പറയുന്ന ഒരു നിസ്സാര കാര്യമൊന്നുമല്ല. കാരണം മഞ്ചേച്ചിനെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടി കൂടെ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, ചേട്ടൻ മരിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഭക്ഷണം കഴിക്കാൻ വന്ന് നിങ്ങൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ അത് നിങ്ങളോട് പങ്കുവയ്ക്കണം തോന്നിയോണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഈ നേർക്കാഴ്ച നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. എല്ലാം ക്യാമറ കണ്ണുകളിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ നമ്മളെല്ലാവരും. സാധാരണഗതിയിൽ ഒരു റോഡ് അപകടം ഉണ്ടായാൽ പോലും നമ്മൾ കാണുന്നത് അവിടെ മൊബൈൽ വീഡിയോ എടുക്കാനാണ് ആദ്യം എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇന്ന് എല്ലാം മൊബൈലിലൂടെ നേർക്കാഴ്ചകൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കാം. എങ്കിൽ പോലും അതിലും നന്മയുടെ കണങ്ങളുണ്ടെന്ന് നമ്മൾ തെളിയിക്കുവാണ് ഡോക്ടർ സൗമ്യയുടെ വ്ളോഗുകൾ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ടാണ് TPF ഭാരത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ട് മട്ടനാട് അരിയുടെ നിർമ്മാതാക്കളാണ്. ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ടാണ് മഞ്ജു ചേച്ചിക്ക് ഈ ഒരു ഫുഡ് ട്രക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ വളരെ എല്ലാവരുടെയും കൂട്ടായ സഹകരണം ഇതിൽ ലഭിച്ചു. വളരെ ചെറിയ കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കൂട്ടായ്മയോടുകൂടി ഇത് ചേച്ചിക്ക് സംഭാവന ചെയ്യാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ കൗൺസിലറും നിയുക്ത കൗൺസിലറും ഒക്കെ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിക്കുകയും നമ്മളോട് സഹകരിക്കുകയൊക്കെ ചെയ്തു. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ താക്കോൽ നൽകുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലറെ ക്ഷണിക്കുന്നു. താക്കോൽ ഏറ്റുവാങ്ങാനായിട്ട് മഞ്ജു ചേച്ചിയെ ക്ഷണിക്കുകയാണ്. നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വലിയൊരു സഹായമായിട്ട് എത്തിയത് ഇവരാണ് കേട്ടോ. അപ്പോൾ അതിനെ പ്രതിനിധാനം ചെയ്ത് ഇന്നൊരു ദിവസം ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ച് നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഒറ്റവാക്കിൽ ഒരുപാട് നന്ദി. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. പുറമേ നിന്ന് നോക്കുന്ന ആളുകൾക്ക് ഇതിപ്പോൾ അങ്ങനെ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷേ മഞ്ചേച്ചിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഇത് നടന്നത്. ഞാൻ മിനിങ്ങാന്ന് ചേച്ചിയെ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് കരയുമായിരുന്നു ഫോണിൽ കൂടെ. സന്തോഷമായിരിക്കാം, ഒരു പക്ഷേ അവർക്കത് ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെ പോകുമ്പോൾ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ മുഴുവൻ ആളുകൾക്കും നിങ്ങളുടെ പങ്കു ചേർന്നവർക്കും ഈ ഗ്രൂപ്പിനും ഹൃദയം നിറഞ്ഞ എൻ്റെ നന്ദി, ഒപ്പം ഞങ്ങളുടെ പ്രേക്ഷകരുടെയും. അപ്പോൾ ഇത് ഇവിടുത്തെ കൗൺസിലറായിരുന്ന ചേച്ചിയാണ്. ഇവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ടും കൊണ്ടുവേണം കേട്ടോ ഇവിടെ ഇങ്ങനെ മഞ്ചേച്ചി ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ വലിയൊരു സന്തോഷം. നിങ്ങളൊക്കെ ഇന്നും ഇപ്പം നമ്മളിവിടെ വന്നപ്പോഴും ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനായാലും മുന്നിൽ നിന്നു. അതുപോലെ ഇനിത്തെ കൗൺസിലർ, ഇപ്പോൾ കൗൺസിലർ മാറി പുതിയ ആളാണ്. പുതിയ കൗൺസിലറുടെ പേര് ദീപക്. അപ്പോൾ ദീപക് പുള്ളിക്കാരനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ
ഇവരുടെ ഒരു വലിയ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പുറമേ നിന്ന് വരുന്ന ആൾക്കും ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം നാടിൻ്റെയും ഒരു സാധനമാണ്. ആ നാട്ടിലുള്ള ജനപ്രതിനിധികൾ സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ചേച്ചിക്ക് ഇപ്പോൾ കുറേ കാലമായിട്ട് മിൻചേച്ചിനെ അറിയായിരിക്കും അല്ലേ? അപ്പോൾ ആദ്യം ചേട്ടനുള്ള സമയം മുതലേ ഞാൻ സത്യത്തിൽ എവിയാണ് ഞങ്ങളുടെ സ്റ്റാഫായിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ മഞ്ജുവായിട്ട് നല്ല അടുപ്പാണ്, കുഞ്ഞിലേ തുടങ്ങിയിട്ടുള്ള പരിചയമാണ് അവളായിട്ട്. പിന്നെ ഞങ്ങളുടെ ആശാ വർക്കറായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ ടൈമിലൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷം എവി പെട്ടെന്ന് മരണപ്പെടുകയും എവിയുടെ സ്ഥാനത്തേക്ക് മഞ്ജുവിന് ഈ ജോലി വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആശാ വർക്കർ സ്ഥാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഇതിലേക്ക് ഒരു കണ്ടിജൻറ്റ് സ്റ്റാഫായിട്ട് വരികയും ചെയ്തു. അപ്പോൾ എവി ഉള്ള സമയത്ത് തന്നെ ഈ ഒരു പെട്ടിക്കട നല്ല രീതിക്ക് നടത്തുകയായിരുന്നു. പക്ഷെ മഞ്ജു അത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആ ഒരു 1-2 ആഴ്ചക്കാലം വളരെ വിഷമത്തിലിരുന്നെങ്കിലും ഞങ്ങൾ പോയി അവളോട് സംസാരിക്കുകയും അവരുടെ മകളെ പഠിപ്പിക്കണമെങ്കിൽ ഈ കട ഒരു മസ്റ്റായിരുന്നു. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ് അവൾ വീണ്ടും ഈ കട സ്റ്റാർട്ട് ചെയ്യുകയും എവി നടത്തിയിരുന്നതിനേക്കാളും മനോഹരമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇത് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസം ആയിരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഒരു ചെറിയ പ്രശ്നം അതിനിടയ്ക്ക് ഉണ്ടായി, സങ്കടം കൂടി അതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. എന്നാലും അത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവൾക്ക് ഉണ്ടാകട്ടെ, സൗമ്യയ്ക്കും ഉണ്ടാകട്ടെ. കാരണം സൗമ്യയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് അവൾക്ക് ഇത്രയധികം വ്യൂവേഴ്സ് ഉണ്ടാവുകയും പിന്നെ എന്താ പറയുക കസ്റ്റമേഴ്സ് ഉണ്ടാവുകയും വേറെ ആൾക്കാർ വന്ന് അവരും വീഡിയോസ് ചെയ്യാൻ താല്പര്യപ്പെടുകയൊക്കെ ചെയ്തതും അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സൗഭാഗ്യം അവളെ തേടിയെത്തിയത്. ഒത്തിരി ഒത്തിരി നന്ദി. സന്തോഷം. നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഇനിയും ചേച്ചിക്ക് വേണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. മഞ്ജു ചേച്ചിനെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. നമ്മൾ അയ്യപ്പൻകാവിൽ എറണാകുളത്ത് 40 രൂപയ്ക്ക് മഞ്ജേച്ചി ഊണ് കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അന്ന് വലിയ കഷ്ടത്തിലായിരുന്നു. കാരണം ഈ ഷീറ്റ് മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ടർപ്പായൊക്കെ വലിച്ചു കെട്ടി. എന്തായാലും ആ വീഡിയോ കണ്ടേച്ചും വലിയൊരു സഹായം നമുക്കിവിടെ എത്തിച്ചേക്കുവാണ്. ടോളിൻസ് ഗ്രൂപ്പുകാരാണ്. അപ്പോൾ അവരിതേ ഇങ്ങനെ ഒരു ഫുഡ് കാർട്ട് തന്നെ ഇവിടെ പണിത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമുക്ക് ആ സന്തോഷത്തിൻ്റെ ദിവസമാണ്. മഞ്ജേച്ചി എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോ പോയി കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വരുന്നവരെല്ലാവരും കഴിക്കാൻ പറഞ്ഞതിനപ്പുറത്ത് എന്നെ സൗമ്യയുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞവർ ഒത്തിരി പേരുള്ളത്. ഒരുപാട് പേര് കേട്ടോ. കാരണം ഇവിടെ കഴിക്കാൻ വരുമ്പോൾ ഭയങ്കര വിഭവസമൃദ്ധമൊന്നുമില്ല. നമ്മൾ കാണിച്ചു തന്നില്ലേ 40 രൂപയുടെ ഊണ്, ഇച്ചിരി ദോശയൊക്കെ ഉള്ളൂ. അത് അന്വേഷിച്ച് ദൂരെ നിന്ന് വരാൻ നിങ്ങൾ വന്നു. അത് വലിയൊരു സപ്പോർട്ടാണ്. കാരണം എത്ര പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് 2-3 വീഡിയോ പോയി 2-3 പേര് ഇവിടെ വന്നിട്ട് എനിക്ക് എടുത്ത് അയച്ചു തന്നു ഇവിടെ നിന്നുള്ള വീഡിയോ. ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ആളുകൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ വലിയൊരു ഭക്ഷണം തേടി വരുന്നതിനപ്പുറത്തേക്ക് മഞ്ജേച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എന്ന് വിചാരിച്ച് വരുന്ന കുറേ ആളുകൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് വന്നവരുണ്ട്. ഒരുപാട് സ്നേഹം എല്ലാവരോടും. അങ്ങനെ നിങ്ങൾ ഏറ്റെടുത്തോണ്ടാണ് നമുക്ക് ഈ ഒരു കാര്യം ഇപ്പോൾ അത്രയും വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് പോയോണ്ടാണ് ഇവരിത് ശ്രദ്ധിക്കുന്നത് അല്ലേ? ഈ ട്രോളിംഗ് ഗ്രൂപ്പുകാർ അത് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ്. അവരുടെ എല്ലാവരും കൂടി വന്ന് ഇന്നത് വെച്ച് അവരോടും സൗമ്യയോടും എല്ലാവരോടും നന്ദി. ഞാൻ ഹൃദയത്തിലാട്ടോ സൂക്ഷിക്കണം പറയുന്നു. ഇന്നിപ്പോൾ കടയുണ്ടല്ലോ അല്ലേ? സമയത്തിന് മാറ്റമൊന്നുമില്ല, പഴയ പോലെ തന്നെ. 8:30 തുറക്കുമ്പോൾ 8:30 ആവും. 11:30 വരെ ഉണ്ട്. 11:30 വരെ. പിന്നെ ഞായറാഴ്ച അവധിയാണ്. വൈകിട്ടല്ലേ ഇറങ്ങണേ?